السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇന്ന് വൈകുന്നേരം ഏകദേശം 5 മണി മുതൽ ഈ ഒരു മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒന്നിച്ചു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം ഇപ്പോഴും വീണ്ടും കാണുന്ന ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കളെ, ഒരുപക്ഷെ ഇവിടേക്ക് പുറപ്പെടുമ്പോൾ നമുക്കുണ്ടായിരുന്നൊരു മാനസികാവസ്ഥയല്ല നിലവിൽ നമുക്കുള്ളത്. നമ്മുടെ മക്കൾ മാത്രമല്ല, നമ്മൾ പോലും സുരക്ഷിതമല്ല എന്ന ഒരു തലത്തിൽ നിൽക്കുമ്പോഴാണ് ലിബറലിസത്തെ ഏറ്റവും ശരിയായി, ഏറ്റവും ശക്തമായി, ഏറ്റവും പ്രാമാണികമായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം ഉൾപ്പെടെയുള്ള എല്ലാത്തരം സാമൂഹിക വിപത്തുകളെയും ഒരു കാലഘട്ടത്തിലും അക്ഷരത്തിലും ആശയത്തിലും വരിയിലും വാചകത്തിലും വ്യത്യാസമില്ലാതെ പ്രതിരോധിക്കാനും അതിനെ തിന്മകളുടെ ശവപ്പറമ്പുകളിൽ നിക്ഷേപിക്കാനും കഴിയുന്ന ഇസ്ലാമിക ആശയ സംഹിതയെ നേരിട്ട് അറ്റാക്ക് ചെയ്താൽ, അതിൻ്റെ ആശയങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ, ആ പ്രതിരോധങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന ബോധ്യമാണ് മറ്റൊരു തലത്തിൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് ഇസ്ലാം വിരുദ്ധ ചേരിയെ യഥാർത്ഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഒരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആപ്പിൻ്റെ പേര് പറഞ്ഞാൽ ചില വളവന്മാരോട് ഇരിക്കുന്നുണ്ട്. ഒരു പരീക്ഷന്ന ആദ്യ പേര് സെർച്ച് ചെയ്യാണ് ചെയ്യുക. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ആപ്പിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പൊതിരത്തല്ല. പണ്ടൊരു ചങ്ങായിക്ക് അങ്ങാടിയിൽ നിന്ന് നല്ല തല്ലിട്ടി. അങ്ങാടിയിൽ നിന്ന് അടി കിട്ടിയപ്പോൾ അടി കൊടുത്ത ആളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അടിയൊക്കെ കിട്ടി, ചുണ്ടൊക്കെ പൊട്ടി, നെറ്റിയൊക്കെ പൊട്ടി, കയ്യൊക്കെ ഒടിഞ്ഞോ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു മയ്യുത്തങ്കരുണ്ട്, ഒരു ശവപ്പറമ്പുണ്ട്. ആ മയ്യുത്തങ്കരെ കയറിയിട്ട് വെല്ലുവിളിച്ചു, ഞാൻ തച്ചോൻ്റെ തന്താരുണ്ടല്ലോടാ അവിടെ, ധൈര്യം ഉണ്ടെങ്കിൽ എണീറ്റ് വരും എന്ന് പറയുന്ന പരിപാടിയാണ്. ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ ഗെയിമിൻ്റെ രൂപമാണ്. നേരെ അയാളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇടുക, അയാളെ മുഖത്ത് വേണമെങ്കിൽ അടിക്കുക, അയാളുടെ വയറ്റിന് വേണമെങ്കിൽ ഇടിക്കുക, എന്തും ചെയ്യുക. എന്നിട്ട് അതിലിങ്ങനെ ഒരു ആസ്വാദനം കണ്ടെത്തുക. ശരിക്ക് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള ഇസ്ലാം വിരുദ്ധ ചേരിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ഒരു മാനസികാവസ്ഥ ഇതാണ്. എങ്ങനെയായാലും ഇസ്ലാമിനെങ്ങനെ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ വൈജ്ഞാനികമായി ഇവിടെ ഒരു വേദിയും അപ്പുറത്തൊരു വേദിയും വെച്ച് ഇപ്പോൾ യൂറോപ്യൻ ലോകത്തൊക്കെ നടക്കുന്ന വളരെ നിർമ്മാണാത്മകമായ സംവാദങ്ങളുണ്ട്. അത്തരം സംവാദങ്ങളിലേക്ക് ഇവരാരും കിട്ടൂല. ഐസിസ് എന്ന നിഗൂഢ സംഘം ജൂതബുദ്ധിയിൽ നിന്ന് ഉദിക്കുകയും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്ത ആ സംഘം അവരെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുമായി കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? ഒന്നു മതി, ഒരുപാട് വേണ്ട. എന്തെങ്കിലും ഒരു രേഖ ഖുർആനിൽ നിന്നോ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നോ ഉദ്ധരിക്കാൻ കഴിയുന്ന, പ്രാമാണികമായി തെളിയിക്കാൻ കഴിയുന്ന ആരെയും വളരെ സ്നേഹപൂർവം, വളരെ ബഹുമാനപൂർവം ഈ വിഷയകമായ ആശയ സംവാദങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒന്നിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. ആ ഒന്നിച്ചുള്ള ക്ഷണം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിങ്ങളെ കുറിച്ചുള്ള വെറുപ്പ് സൃഷ്ടിക്കുക.
രണ്ട്, മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കുക. എന്താ, മുസ്ലിങ്ങൾ ഭയങ്കര പ്രശ്നമാണ്, അവർ നിങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ കയ്യിൽ ആയുധം കരുതി വെച്ചോ, അവരുടെ ഗ്രന്ഥത്തിൽ നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനുള്ള ആഹ്വാനങ്ങളുണ്ട്, അവരതിൻ്റെ സമയമാകുമ്പോൾ പുറത്തു വരും. ആഫ്രിക്കയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അന്റാർട്ടിക്കയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അവിടെ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മറ്റിടത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഫിലിമിലുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നടക്കുന്ന അരുംകൊലകളുടെ വീഡിയോ ആണ് ഇത്. മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. വീഡിയോ കാണിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് വീഡിയോ കാണിക്കണില്ല. ഒരു സ്വാമിജി ഇരുന്ന് പറയാണ് തമിഴ്നാട്ടിൽ ഒരു വേദിയിലിരുന്നൊരു സ്വാമിജി പറയാണ്, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത നാട് ഈ ഇന്ത്യയിലുണ്ട്. പേടിപ്പിക്കണ മനുഷ്യന്മാരെ. എന്താ, മലപ്പുറം, അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പം ആങ്കറിനെ പറയാം, ഞാൻ അവിടെ പോയതാണല്ലോ. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന ആളെ അടുത്തേക്ക് ക്യാമറ തിരി, അയാൾ പറയാം, ഞാനവിടെ ജീവിച്ച ആളാണല്ലോ, ഞാനവിടെ ജീവിക്കുന്ന ആളാണല്ലോ. അപ്പം പറഞ്ഞ് പേടിപ്പിച്ച് വീർപ്പിച്ച് ആകെ ബേജാറാക്കുക, ആകെ പ്രശ്നമാണ് എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അപ്പം മുസ്ലിങ്ങൾ ചുറ്റും ജീവിച്ചാൽ ഭയങ്കര പ്രശ്നമാണെന്നുള്ള ഭയം. എന്നാൽ ചില ആളുകളെ ഈ ഭയം കൊണ്ട് അങ്ങനെ ഒതുക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ, വരുമ്പോൾ നോക്കാം, അങ്ങനെ ഉണ്ടോ മുസ്ലിങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അവർ പിന്നെയും വർക്കൗട്ട് ആവില്ല. അതല്ലെങ്കിൽ ഇതൊക്കെ ഫേക്കാണ്, ഇതൊന്നും ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിന് 100 വർഷത്തെ പാരമ്പര്യമുണ്ട്. പലർക്കും ഓർമ്മകളിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റും, പല അമുസ്ലിം സുഹൃത്തുക്കൾക്കും. എൻ്റെ അച്ഛനെ, എൻ്റെ അച്ചച്ചനെ, അവർക്ക് വീടിന് സ്ഥലം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹനാണ്. ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റണോണ്ട് തന്നെ അത് വർക്കൗട്ട് ആവില്ല. അവിടെ വെറുപ്പ്, അറപ്പും വെറുപ്പും തോന്നുന്ന കോണ്ടെക്സ്റ്റുകൾ കൊണ്ടുവരിക, ഇതാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് ഓരോ സീസണിലും വളരെ കൃത്യമായി ഓരോ സാധനം കൊണ്ടുവരും. ഇപ്പോൾ ഒരു സീസണിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഒരു സീസണിൽ ഉണ്ടായിരുന്നത് ലഹരി വസ്തുക്കൾ കൊടുത്ത് മുസ്ലിം ചെറുപ്പക്കാർ ആളുകൾക്ക് ലഹരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങൾക്കും. എന്നിട്ട് അവരെ അത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇസ്ലാം സ്വീകരിപ്പിക്കും. എന്നിട്ടോ അങ്ങനെ മുസ്ലിങ്ങൾ കൂടി വരികയാണ്. ഓരോ മഹലിലും ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? പള്ളിയിലെ സഫൊക്കെ ഇങ്ങനെ നോക്കി കാണാൻ ആടിയിട്ട് ഇങ്ങനെ വരും, എന്താടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരും. എന്താ സംഭവം? ലഹരി കൊടുത്തിട്ട് ശരിയാക്കി എടുത്തതാണ്. നട്ടാൽ മുളക്കാത്ത നോണ പച്ചക്ക് പറയണവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഇൻറ്റൻഷൻ ഉണ്ട്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ബേജാറാക്കണം, പേടിപ്പിക്കണം, പിന്നെ വെറുപ്പിക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിങ്ങനെ പറഞ്ഞ് ഉറക്കത്തിലടക്കം ഇത് പറയുന്ന ചില ആൾക്കാരുണ്ട്. ചാനലിൽ വന്നായിരുന്ന പറയും, മീറ്റിംഗ് കൂടുമ്പോൾ പറയും, കുടുംബ വീട്ടിൽ പറയും. അപ്പോൾ പിന്നെ അറിയാത്തത് വായിന്ന് പുറത്തേക്ക് ചാടും. ഒരാളത് ചാടിയത് നിങ്ങളൊന്ന് കണ്ടോളി. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ലഹരിമനം നടക്കാം ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നോക്കിയാൽ കാണാം 99% ലഹരി കടത്തുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ? കുറച്ച് ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കൊക്കെ കൊടുത്തിട്ട് ഓരോ മൊത്തം ഇസ്ലാമൊക്കെ കൊണ്ടുപോകുക. അപ്പോൾ ആങ്കർ ഒരൊറ്റ പിടുത്തം പിടിച്ചു. എന്താ തെളിവ് എന്ന് വെച്ചു, കേട്ടോളി. അതെങ്ങനെ നിരുത്തരവാദിത്വപരവും? ലോകമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത കാര്യം, അപ്പൊ ലോകമാധ്യമങ്ങൾ മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹൽക്കിന് പിടിക്കാറ്, നമ്മള് ഹൽക്കിനാണ് പിടിച്ചു. എന്നിട്ട് വെച്ചു എന്നാ ലോകമാധ്യമം എടുക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു അതല്ല, പാലാപിതാവ് പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. ഇവിടെ നാർക്കോട്ടിക് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ, ഏത് കാലത്തേത്, ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ. പാലാപിതാവ് വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളടക്കം വിക്ടിമാവുന്നു. പാലാപിതാവ് പറഞ്ഞത് അവിടെ വെച്ച മതി. ഞാൻ പറയാൻ ശ്രമിച്ചത് എത്രേ ഉള്ളൂ, ഓരോ സീസണിൽ എന്ത് ചെയ്യും, ഓരോ സാധനം കൊണ്ടുവരും, അതിൻ്റെ ചുറ്റും ഭയം ഉണ്ടാക്കും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ, മയക്കുമരുന്നിൻ്റെ കടത്തിൻ്റെ നോക്കുമ്പോൾ ആദ്യം ലിസ്റ്റിലേക്ക് നോക്കിയിട്ട് ജാതി ഏതാണെന്നോ നോക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ പോലെ ഈ വിഷയത്തിൽ ഡയറക്റ്റ് ചെയ്ത വേറെ ഏതെങ്കിലും മതമുണ്ടോ? ലഹരിയുടെ ചെറുതും വലുതും അത് മുഴുവൻ നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, ലഹരി എന്ന നിലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ബോധമണ്ഡലത്തെ ബാധിക്കുന്ന എല്ലാം നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചു. അത് ഉമ്മുൽ ഖബായിസാണ്, തിന്മകളുടെ മാതാവാണെന്ന് പഠിപ്പിച്ചു.
അത് കഴിച്ച് മരിച്ചവൻ അവൻ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം അവനിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല അത് കഴിച്ച് അതിൽ ജീവിച്ചു പോയ വ്യക്തി നരകത്തിൽ മനുഷ്യനെ കത്തിക്കുന്ന വസ്തുക്കളുടെ നീരും അതുപോലെ തന്നെ വേശ്യകളായ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ലൈംഗികാവയവത്തിൽ നിന്ന് വരുന്ന വസ്തുവും ചേർന്ന ഒരു പ്രത്യേക ദ്രാവകം അവനെ കുടിപ്പിക്കുന്നു പഠിപ്പിച്ചു. നൂറുകണക്കിന് ഹദീസുകളിലൂടെ ഇസ്ലാം നിരാകരിച്ചൊരു കാര്യത്തെയാണ് ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഏതെങ്കിലുമൊക്കെ ആളെ ആ നിലക്ക് പിടിച്ചു നിർത്താനായാൽ ആയി എന്നുള്ള നിലക്കാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ അറിയോ, വെൽ പ്ലാനഡ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ഏതെടുത്താലും 3 ആംഗിൾ ഉണ്ടാകും. ഒന്ന് കുറച്ച് വസ്തുത ഉണ്ടാകും, 2 കുറച്ച് അർദ്ധസത്യം ഉണ്ടാകും, 3 പേരും നുണയുണ്ടാകും. അപ്പം ഇതിലുള്ള വസ്തുത എന്താണ്? ഇതിലുള്ള വസ്തുത ലഹരി കടത്തുക എന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അത് വസ്തു തന്നെയാണ്, അത് വസ്തു തന്നെയാണ്. എന്നാൽ ഇതിലുള്ള അർദ്ധസത്യം എന്താ? ആ ലഹരി കടത്തുന്ന ആള് മുസ്ലിമാണ്, അവന് ഒരു നിഷ്ഠയുള്ള മുസ്ലിമാണ്, നമ്മളെപ്പോലൊരു മുസ്ലിമായവനെ പരിഗണിക്കണം എന്നത്. ഒരു മുസ്ലിമാണ്, ആധാർ കാർഡ് നോക്കിയാലും ലൈസൻസ് നോക്കിയാലും മുസ്ലിമാണ്. പക്ഷെ ഈ ചെയ്തി വഴി അവൻ ഏത് ലിസ്റ്റിൽ പെടുന്നു? അവൻ തമ്മാടിയാണ്, ഫാസിഖാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ. പലപ്പോഴും അവൻ ഇസ്ലാമിൻ്റെ പുറത്താണ് പല കാര്യങ്ങൾ കൊണ്ട്. ഇനി ഇതിലുള്ള നുണ എന്താ? ഈ ലഹരി കൊടുക്കുന്നത് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദി കമ്മ്യൂണിറ്റിയിലെയും ചെറുപ്പക്കാരെയും അവരുടെ മതപരമായ ചിട്ടകളെയും അവരുടെ മതപരമായ അജണ്ടകളെയും പൊളിക്കാനാണ് എന്നുള്ളതാണ്. ഏതെടുത്താലും അങ്ങനെയാണ്, വളരെ കൃത്യമായി. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയെ ഉദ്ധരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, ഈ ടേമിൽ ഇത്ര ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അത് മാത്രമല്ല മൂപ്പര് പറഞ്ഞത്, ഇത്ര ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പ്രവേശിച്ചു എന്നും അതേ സ്പീച്ചിലുണ്ട്. നിയമസഭ രേഖ എടുത്തു നോക്കിയാൽ അറിയാം. അപ്പോൾ മുഖ്യമന്ത്രി അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മതപരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം. എന്നാലോ അതിലുള്ള നുണ എന്താ? നിർബന്ധ മതപരിവർത്തനം വഴിയാണ് ഈ മാറ്റം ഉണ്ടായതെന്നുള്ളത് നുണയാണ്. അർദ്ധസത്യം എന്താ? ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള അർദ്ധസത്യമാണ്. കാരണം എന്താ? ഹിന്ദുയിസത്തിലേക്കും ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് അതേ കണക്കിൽ തന്നെ ഉണ്ട്. അപ്പം ഇത് വേർതിരിച്ചെടുക്കാൻ റിസ്ക് ഉള്ളതായതുകൊണ്ട് പരമാവധി കിട്ടണ നേരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പരമാവധി കിട്ടണ നേരം. കാരണം എന്നെന്നും നിലനിൽക്കുന്ന രേഖയും തെളിവും ഉദ്ധരിക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. മീഡിയ ഇതിനെ എങ്ങനെ കാണുന്നു? 8 ആംഗിൾ ഞാനിവിടെ പറയാണ്. 8 ആംഗിളുകളിൽ മീഡിയ എന്നും പ്രഷർ പോയിന്റിൽ നിർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് പോലെ കിട്ടിയെടുത്തൊക്കെ വെച്ച് ഇസ്ലാമിനെ അടിക്കുക. അതിലൊന്നാമത്തത് എന്താ അറിയോ? ലോകത്തെ ഏത് തിന്മയെയും, വെറുപ്പുൽപാദിക്കാൻ പറ്റുന്ന ഏത് കാര്യത്തെയും, ഭയമുണ്ടാക്കാൻ പറ്റുന്ന ഏത് കാര്യത്തെയും ഡയറക്റ്റ് ഇസ്ലാമുമായി കണക്ട് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ജോറോം വാൻ ക്ലാവറൻ എന്ന ഒരു ഡച്ച് പാർലമെന്റിലെ MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടന ഇന്ത്യയിലെ RSSനോട് പല കാരണങ്ങളാൽ സാമ്യമുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിരുന്നു. ലക്ഷ്യം എന്താ? ഇസ്ലാം ഇസ് എ ലൈ, ഇസ്ലാം ഒരു നുണയാണ്, ഇസ്ലാം മീസ് ദ മെന്റൽ ഡിസീസ് ഓഫ് വേൾഡ്, ലോകത്തിൻ്റെ മാനസിക രോഗമാണ് ഇസ്ലാം എന്നൊക്കെ ആശയം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷെ അദ്ദേഹം നിരന്തരം ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കിടയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ലോകത്തെ ആൻറ്റി ഇസ്ലാം ടീമും ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. എന്താ? എവറിത്തിങ് ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ലിങ്ക് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ലോകത്തെ എല്ലാ തെറ്റും തിന്മയും വെറുപ്പും ഭയവും ഇസ്ലാമുമായി കണക്ട് ചെയ്യുക. ലോകത്ത് എന്ത് സംഭവിച്ചാലും. കൊറോണ വന്നപ്പോൾ ഒരു പോലീസുകാരനെ ഒരാൾ തുപ്പുന്നത്, ഒരു പോലീസുകാരനൊരു പ്രതി തുപ്പുന്നത് ഫോട്ടോ വന്നു. എന്താ അതിൻ്റെ താഴെ ഉണ്ടായത്? തുപ്പൽ ജിഹാദിലൂടെ മുസ്ലിങ്ങൾ കൊറോണ പ്രചരിപ്പിക്കുന്നു. ഏതോ ഒരാൾ ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ പാത്രത്തിലേക്ക് തുപ്പുന്ന ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ അതിൻ്റെ അടിയിൽ മുസ്ലിങ്ങൾ പാത്രത്തിലേക്ക് തുപ്പി കൊറോണ വ്യാപിപ്പിക്കുന്നു. നോക്ക് നിങ്ങൾ, തുപ്പുക, ഞാനത് പറഞ്ഞ 3 ആംഗിൾ ഉണ്ട്. ഒന്നൊരു സത്യം, തുപ്പുക എന്നുള്ളൊരു സത്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് വസ്തുതയാണ്. പിന്നെ ശുദ്ധമായ നുണ എന്താ? അതൊരു ജിഹാദാക്കി എടുത്തിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള തുപ്പലാണ്, രോഗം പടർത്താൻ വേണ്ടിയുള്ള തുപ്പലാന്നുള്ള നുണയാണ്. അർദ്ധസത്യം എന്താ? അതിലുള്ള അർദ്ധസത്യം,
വളരെ കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറ്റുന്നതാണ്. എന്താ വിഷയം? പോലീസുകാരനെ തുപ്പിയത് എന്താ വിഷയം? ഇതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും. എന്ത് നുണ വന്നാലും ആ നുണ പൊളിക്കണേ ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് കൊടുത്തു. പോലീസുകാർ ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ കുടുംബക്കാരുണ്ടാക്കിയ ഫുഡ് ഇയാൾക്ക് കൊടുത്തു. അത് എസ്കോർട്ടിംഗ് ടീം തടഞ്ഞപ്പോൾ അതിൽ ദേഷ്യം പിടിച്ചിട്ട് തുപ്പ് മാത്രമല്ല ചെയ്ത്, പോലീസുകാരൻ്റെ വിരൽ പിടിച്ച് ഒടിച്ചു, അയാൾ അടിച്ചു. ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോവിഡ് സീസൺ ആയതുകൊണ്ട് തുപ്പലിലൂടെ അത് പകരണമുണ്ട്. വളരെ കൃത്യം. അപ്പോൾ എത്ര വലിയ കുബുദ്ധിയാണ് വർക്കൗട്ട് ആകണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തെ ആയിരങ്ങൾ ഇപ്പോഴത് വിശ്വസിച്ച് നിൽക്കുകയാണ്. തബ്ലീഗ് കോവിഡ് എന്നൊരു പേരെന്നെ വന്നു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇടപെട്ടു അല്ലേ? തബ്ലീഗ് സഹോദരങ്ങൾ ആ സമയത്ത് നടത്തിയ സമ്മേളനമാണ് ഡൽഹിയിൽ വ്യാപകമായി കോവിഡ് ഉണ്ടാക്കിയതെന്ന് പ്രചരിപ്പിച്ചു. അപ്പോൾ ഒരു രീതി എന്താണ്? എല്ലാ തിന്മയെയും വെറുപ്പിനെ ഇസ്ലാമായിട്ട് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മുസ്ലിം പേര് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കണ്ടെത്തിയാൽ അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്യും. അതിങ്ങനെ വളരെ ഹൈ ആൻഡ് ടോപ്പിൽ ഇങ്ങനെ നിൽക്കും. അയാളുടെ ബന്ധമൊക്കെ കൃത്യമായിട്ട്. ഇപ്പോൾ മുഹമ്മദ് ഇദ്രീസ് എന്നാണെങ്കിൽ ഇദ്രീസ് എന്ന് മാത്രം പറയില്ല, മുഹമ്മദ് ഇദ്രീസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയാൻ അറിയറ്റേ കാരണം. മനസ്സിലായില്ലേ? അതിങ്ങനെ കറക്റ്റ് പറയും. എന്നാലോ വേറെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ ഇതുപോലത്തെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലുള്ള ആളുകളാണെങ്കിലോ അത് കാണുകയില്ല. രണ്ടിന് ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, കോഴിക്കോട് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ട്രെയിൻ ആക്രമണം എത്ര പെട്ടെന്നാണ് ഷാഹീൻ ബാഗിലേക്ക് എത്തിയത്. ഷാഹീൻ ബാഗിൽ പോയിരുന്നു. അപ്പോൾ ഷാഹീൻ ബാഗ് ഭയങ്കര ചെക്കിങ് അവിടെ. അപ്പോൾ ഷാഹീൻ ബാഗ് എന്താ? ഷാഹീൻ ബാഗ് ലോകത്തിൻ്റെ മുന്നിൽ പ്രതീകമായി. ഷാഹീൻ ബാഗ് കോഴിക്കോടും കൊൽക്കത്തയിലും മാത്രമല്ല ഉയർന്നത്, ജർമ്മനിയിലും ജപ്പാനിലും ലോകത്തെ വിവിധ നഗരങ്ങളിൽ ഷാഹീൻ ബാഗുകൾ ഉയർന്നു. എന്താ? മുസ്ലിങ്ങളെ ഇവിടുത്തെ പൗരന്മാരാക്കുന്നതിൽ നിന്ന് പിന്നെ ഇല്ലാതെയാക്കുന്ന ബില്ലുകൾ പാസ്സാക്കുന്നതിനെതിരിൽ ഷാഹീൻ ബാഗിലെ 80, 85, 90, 95 എത്തിയ വയോധികകൾ അവര് 2 പുതപ്പുകൾ ചേർത്ത് പുതച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികൾക്ക് മെസ്സേജ് കൊടുത്തു. മരിച്ചു വീഴേണ്ടി വന്നാലും ജനിച്ചു വീണ മണ്ണിൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻഗാമികൾ പോരടിച്ച മണ്ണിൽ, മൗലാന ആസാദിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും പേരറിയാത്ത ഇന്ത്യയുടെ മണ്ണിൽ ഈ കുഴിമാടങ്ങളിൽ നുരുമ്പിയ എല്ലുകൾക്ക് പോലും ലോകത്തോട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ധീരമായ ചരിത്രം, അതങ്ങനെ വിട്ടുതരാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന സമരപ്രഖ്യാപനത്തിന്റെ മണ്ണ് അവിടെ പതുക്കെ അത് സംശയ നേരിലാക്കുക. അത് ഇന്ത്യ മൊത്തം സ്വീകരിച്ചതാണ്. അപ്പം ഇനി ഫാക്ട് ചെക്ക് ചെയ്യണടുത്തത് കാണും. എന്താ? ഷാഹീൻ ബാഗിൽ നിന്ന് പ്ലാനിങ്ങോടുകൂടെയാണ് കോഴിക്കോട് ഏലത്തൂരിലെ ട്രെയിൻ അറ്റാക്കിന് വേണ്ടി ആൾ വന്നത്. ആ പേരെല്ലാവർക്കും അറിയും അല്ലേ? ആ പേരെല്ലാവർക്കും അറിയും. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതിലേറെ ഗുരുതരമായൊരു വിഷയം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രത്തിൻ്റെ രഹസ്യാന്വേഷണ അല്ലെങ്കിൽ ചാരപ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകുന്ന ടീമുമായി ഇന്ത്യയിലെ ഒരു DRDO വിങ്ങിൽപ്പെട്ട ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇടപെട്ടുവെന്നും രേഖകൾ കൈമാറിയെന്നൊക്കെയുള്ള തെളിവ് സഹിതം ഇന്ത്യയുടെ ഏജൻസി പിടികൂടി. എത്ര ആൾ കണ്ടു, എത്ര ആൾ കേട്ടു, ഏതൊക്കെ പത്രത്തിൻ്റെ മെയിൻ ഹെഡിങ്ങിൽ വന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ തെരുവിലുറങ്ങുന്നവൻ മുതൽ കൊട്ടാരത്തിൽ ഉറങ്ങുന്നവൻ വരെ അവൻ്റെ വിയർപ്പിൻ്റെ ഓഹരിയായി കൊടുക്കുന്ന നികുതിപ്പണമാണ് ഇത്തരം ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയെ ഏത് നിമിഷവും തകർക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ഇന്ത്യയുടെ ഭരണകൂടവും അനുബന്ധവും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ എന്താ പറയുക, അവിടെ നിന്ന് അവരുടെ രാഷ്ട്രത്തിൻ്റെ യുദ്ധമടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് കൈമാറിയ ഒരു വ്യക്തി. അയാളുടെ പേരെന്താ അറിയോ? അയാളുടെ പേര് പ്രദീപ് കുൽക്കർണി. ആള് നമ്മളെ സ്വന്തം ആളാ, നമ്മളെ ജീൻ്റെ ആളാ. ഒരു 10-25 റോഡ് ഷോയും ഒക്കെ കൂടെ നടത്തിയിട്ട് ആകെ കർണാടകം പിടിച്ചാൻ പോയിട്ട് ഇപ്പം ഇങ്ങനെ ആക്കുന്ന ഒരാളില്ലേ, മൂപ്പര സ്വന്തം ആളാ. അപ്പോൾ സാധനം പുറത്തേക്ക് വരൂല. ക്ഷേത്രത്തിൽ മലമെറിഞ്ഞു പിടിച്ചപ്പോൾ ആളാരാ? ആള് ശാഖയിലെ ക്ലാസ്സിന് പോണ ആളാ, RSSകാരനാ. അപ്പോൾ പേരും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയോ? അറിയില്ല. അതാണ് മീഡിയൻ്റെ പരിപാടി. നോൺ മുസ്ലിം സുഹൃത്തുക്കളുടെ മനസ്സ് കത്തൂല, മുസ്ലിം സുഹൃത്തുക്കളുടെ മനസ്സ് കത്തൂല. മറ്റേതോ
മറ്റേതിങ്ങനെ ലൈവിൽ നിർത്തുക പേര് മുസ്ലിമാണ്, പാസ്പോർട്ട് കണ്ടുകൊണ്ട് മൊത്തം പൊട്ടിത്തെറിച്ചാലും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കും. മുഹമ്മദ് ഇല്യാസ് അൽ ബുദൈവി അൽ കുലൈസവി എന്നൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ ഫോട്ടോ കറക്റ്റ് ഉണ്ടാകും, ഫോട്ടോക്ക് താടി ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും വളരെ ക്ലിയർ ആയിട്ട്. സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ അയാൾക്ക് നീതി നടപ്പിലാക്കേണ്ടത് അമേരിക്കയാണെന്ന് വെച്ചാൽ അല്ല എന്ന് ഒറ്റയടിക്ക് പറയാം. പക്ഷേ സദ്ദാം ഹുസൈൻ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ വളരെ കൃത്യമായി ആർക്കൈവ്സിലുണ്ട്. സദ്ദാം ഹുസൈനെ, താടിയില്ലാത്ത സദ്ദാം ഹുസൈൻ ആർക്കും ഓർമ്മ വരുന്നില്ല. താടിയുള്ള സദ്ദാം ഹുസൈനെ, ഖുറാൻ കയ്യിലുയർത്തിയ സദ്ദാം ഹുസൈനെ പ്രസന്റ് ചെയ്തത് എന്തിനാ? സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സദ്ദാമിൻ്റെ സൈന്യം കയറി ചെന്ന് ഓരോ വീട്ടിലും ചെയ്ത കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടാനാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്രയുള്ളൂ, പുൽവാമ അറ്റാക്ക് ഇതൊരു ഗവൺമെൻറ് മിസ്റ്റേക്ക് ആയിരുന്നു എന്നത് എത്ര മണിക്കൂർ ലൈവായിട്ട് നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് തരൂ പെട്ടെന്ന്. എന്താ സാധനം? ഇവിടെ മൊത്തം എല്ലാവരുടെയും ജീവിത സംഗതികളൊക്കെ ഒറ്റ രീതിക്ക് മാറ്റണേ. മരണാനന്തര ചടങ്ങ് ഒറ്റ രീതി, കല്യാണം ഒറ്റ രീതി, അങ്ങനെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒറ്റ ഒരു രീതിയിലേക്ക് മാറ്റണ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. ബേജാറ എല്ലാവരും അയിമക്ക് പോയി, ഇതുപോയല്ലോ. ഇതാണ് മീഡിയ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? പ്രപ്പഗണ്ടകൾക്ക് പറ്റിയ സ്റ്റോറീസ് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുക. എന്താണ്? മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, സൂക്ഷിക്കണം, സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ കൊണ്ട് പറയുക. പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാവോ നല്ല പോസ്റ്റിൽ അത്യാവശ്യം കാറും സംഗതിയൊക്കെ കിട്ടിയിട്ട്, അല്ലേ? ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ അപ്പോൾ അത് എന്ത് ചെയ്യണം? ജനങ്ങൾ ഓർക്കണമെങ്കിൽ, ഇതൊരു തിയറിയാണ്, ഈ തിയറി ഓർക്കണമെങ്കിൽ സ്റ്റോറീസ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നീസ് ട്രക്ക് ആക്രമണം. ഒരു കടലോരത്ത് ആളുകളിങ്ങനെ, നീസ് കടലോരത്ത് ആളുകളിങ്ങനെ വ്യായാമം നടത്തുമ്പോൾ ഒരു വാനിൽ വന്നിട്ട് അവരൊക്കെ വെടിവെച്ച് കൊന്ന കാര്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി മുഹമ്മദ് ബഹ്ലൂൽ. ഈ മുഹമ്മദ് ബഹ്ലൂൽ ആരാണ്? ഇയാളെ ഫോട്ടോയും ഡീറ്റെയിലും കിട്ടിയാൽ, ഇപ്പോൾ ഈ നാട്ടിലുള്ള കൊടുങ്ങല്ലൂരുള്ള ഒരാൾ അയാൾ അമേരിക്കയിൽ പോയിട്ട് അറ്റാക്ക് നടത്തിയാൽ അയാൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ, കേരളക്കാരനാണെന്ന് പറഞ്ഞാൽ, കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് പറഞ്ഞാൽ, 7ാം വാർഡിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ അയൽവാസി പറയും, ഓ മുസ്ലിമോ, ഹിന്ദുത്വങ്ങൾ പറയണത്, ഓ നടത്തുന്ന ജിഹാദോ. എന്താ കാര്യം? ഇവൻ മദ്യപാനിയായിരുന്നു, പന്നിമാംസം കഴിച്ചിരുന്ന ആളായിരുന്നു, ഭാര്യയെ തല്ലിയിരുന്ന ആളായിരുന്നു. ഇങ്ങനത്തെ ഇയാൾക്ക് എന്ത് ജിഹാദാ? അപ്പം ഇത് കൊട്ടേഷനാണ്, വളരെ ക്ലിയറായ കൊട്ടേഷൻ. ഇവർക്ക് സ്റ്റോറീസ് വേണം. ഇവന് ചിലപ്പോൾ ഓഫർ കൊടുത്തിട്ടുണ്ടാവും, എന്ത്, നീ ഇങ്ങനെ ട്രക്കിൽ അറ്റാക്ക് ചെയ്ത് വെടിവെച്ചിട്ടാൽ നിനക്കിങ്ങനെ എക്സിറ്റ് ഉണ്ട്, സേഫ് എക്സിറ്റ് ഉണ്ട്, നിന്നെ രക്ഷപ്പെടുത്തും, നിനക്ക് ഇത്ര ഡോളേഴ്സ് തരും. നമ്മളെ നാട്ടിൽ 51 വെട്ടുന്ന കൊട്ടേഷൻ ടീമില്ലേ, അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആൻഡ് പ്ലാനഡ് സെഷൻ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഓർലാൻഡോ സ്വവർഗ ക്ലബിലെ അറ്റാക്ക് ലോകം ഭയങ്കര ചർച്ച ചെയ്തതാണ്. ഓർലാൻഡോ സ്വവർഗ ക്ലബ്ബിൽ ചെന്നിട്ട് സ്വവർഗഭോഗികളായ ആളുകൾ മുഴുവൻ ഷൂട്ട് ചെയ്തു. എന്താ? ഇസ്ലാം സ്വവർഗഭോഗത്തിനെതിരാണ്, അപ്പോൾ അവിടെ ഒരു ജിഹാദ് നടത്തിയതാണ്, തിന്മയ്ക്കെതിരിൽ ശബ്ദിച്ചതാണ്. തിന്മയ്ക്കെതിരിൽ ശബ്ദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിന്മയ്ക്കെതിരെ ശബ്ദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, ഏത് കോലത്തിൽ, ഏത് അളവിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്ക് അവകാശമല്ല. ഇവന് സൗദി അറേബ്യയിലാന്ന് കൂട്ടിക്കോ, സ്വന്തം മോന് സ്വവർഗഭോഗിയാണെങ്കിൽ അവനെ വെടിവെച്ച് കൊന്ന വാപ്പാക്ക് മരണമാണ് ശിക്ഷ. അത് ഗവൺമെൻറ് അന്വേഷിച്ച് നടപ്പിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? നോക്ക് നിങ്ങൾ, ഇതിൽ പങ്കെടുത്ത ആളാരാ? ഉമർ മത്തീൻ. ഗാർഡിയൻ പത്രം അടക്കമുള്ള പത്രങ്ങൾ ആ സീസണിൽ അറിയാതെ പറഞ്ഞുപോയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമുണ്ട്, ഇയാൾ മതനിഷേധിയായിരുന്നു. അപ്പം ഇതും ക്ലിയർ കൊട്ടേഷനാണ്. ലോകത്ത് കൃത്യമായ കൊട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള അമുസ്ലിം സുഹൃത്തുക്കൾക്കും ഇസ്ലാമിനെ ദൂരത്തുനിന്ന് മനസ്സിലാക്കിയവർക്കും ഇസ്ലാമെന്നും വെട്ടിൻ്റെയും വെടിൻ്റെയും തോക്കിൻ്റെയും ബോംബിൻ്റെയും മതം അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, മൂന്നാമത്തത് പാരീസ് പത്രോഫീസ് ആക്രമണം. പ്രവാചകനെതിരിൽ കാർട്ടൂൺ വരച്ച പത്രോഫീസ് ഫിനിഷ് ചെയ്തു. ഇതിന് നേതൃത്വം കൊടുത്തത് ഒരു കുടുംബത്തിലെ 2 സഹോദരങ്ങളാണ്. ഇതിന് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ ചെയ്തത് എന്താ അറിയോ? അവരുടെ ബാറ് വേറൊരാൾക്ക് മറിച്ചു വിറ്റു. ബാറ് നടത്തുന്ന ജിഹാദികൾ എങ്ങനെയുണ്ട്? നല്ല ഒന്നാം തരം ജിഹാദികൾ. എൻ്റെ പ്രിയപ്പെട്ട അമുസ്ലിം സുഹൃത്തുക്കളെ, ബാറ് കച്ചവടക്കാരായ നിഷ്ഠയുള്ള മുസ്ലിങ്ങളെ, ജിഹാദ് നടത്തുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ ചുറ്റുമുണ്ടല്ലോ കുറേ മനുഷ്യന്മാർ. അപ്പം ഇങ്ങനത്തെ നട്ടാൽ മുളക്കാത്ത നുണകളാണ് സുഹൃത്തുക്കളെ പലപ്പോഴും
മൂന്നാമത്തെ രീതി. നാലാമത്തെ എന്താ അറിയോ? ഗവൺമെൻറ് തന്നെ കുറേ അറ്റാക്കുകൾ നടത്തുക. അത് ചിലപ്പോൾ അജണ്ട ട്വിസ്റ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ വേറെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്കായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മേലെ വെക്കുക. ഇത് ഞാൻ വെറുതെ പറയണമല്ല. നോക്കൂ നിങ്ങൾ, അമേരിക്കയിലെ FBI കുറിച്ച് വളരെ കൃത്യമായി റിസർച്ച് നടത്തിയ ആൾ നടത്തിയൊരു സ്പീച്ച് ഉണ്ട്. ടെഡ് സ്പീച്ച് എന്ന ഒരു പ്രത്യേക സീരീസ് ഓഫ് ടോക്ക് ഉണ്ട്, ലോകം നന്നായി ശ്രദ്ധിക്കണേ. അതിൽ അദ്ദേഹം പറയാണ്, ഇവിടെയുള്ള എല്ലാ തീവ്രവാദി സംഘടനകളുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, FBI തന്നെ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ വെറുതെ തള്ളിവിടണതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അദ്ദേഹം ഹാജരാക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോണില്ല. ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് പറഞ്ഞു തരാം. തീവ്രവാദ മുഖംമൂടി അഴിക്കുന്നു എന്നുള്ള പേരിൽ വിസ്ഡം ഇറക്കിയൊരു ഡോക്യുമെൻ്ററി ഉണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ്. ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണുക, 2 വട്ടം കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു നോക്കൂ. The FBI is responsible for more terrorism plots in the United States than any other organization. More than Al-Qaeda, more than Al-Shabaab, more than the Islamic State, more than all of them combined. കേട്ടല്ലോ? അപ്പോൾ അൽ-ഖായിദിനെക്കാളും ഈ പറയുന്ന എല്ലാ തീവ്രവാദി സംഘങ്ങളെക്കാളും അമേരിക്ക എന്തിനാ ചെയ്യണത്? ഓരോ രാജ്യത്തും ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുമ്പോൾ ആ രാജ്യത്തെ പാർലമെൻറ്റിനൊരു പ്രഷർ പോയിന്റിൽ നിർത്താൻ പറ്റും. ഈ രാജ്യം അപകടത്തിലാണ്. സെക്യൂരിറ്റി ആൻഡ് വാർ എക്വിപ്മെൻറ്റ്സ്, യുദ്ധോപകരണങ്ങളും സംരക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം, വിമാനങ്ങൾ വാങ്ങണം, പിന്നെ ബോംബർ വിമാനങ്ങൾ വാങ്ങണം, ഇങ്ങനത്തെ സംഗതികൾ വാങ്ങണം എന്നുള്ള ഭയങ്കര പ്രഷർ വരും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണയാണ് അതിൻ്റെ ഏറ്റവും വലിയ വരുമാനമെങ്കിൽ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം എന്താ? യുദ്ധോപകരണങ്ങളാണ്. ഇപ്പം ലോകത്ത് പൊട്ടുന്ന എല്ലാ പൊട്ടലും ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് എണ്ണുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടി ഓരോ പത്രവാർത്തയും ഓരോ മലയാള പ്രഭാതങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതും കൂടി നിങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിക്കണം. എല്ലാറ്റിലും ഒരു മുസ്ലിമിനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെ മുമ്പുണ്ടായ ട്രെയിൻ കത്തിക്കൽ, അത് അസീമാനന്ദ കുറ്റബോധം വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തതാണ്, ഒരു സെമി ഗവൺമെൻറ് പ്ലാനിങ്ങോടുകൂടെ നടന്നതാണ് എന്നത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, അഞ്ചാമത്തത് എന്താ അറിയോ? അഞ്ചാമത്തത് പത്രത്തിൽ നല്ല വെണ്ടക്കയിൽ മുസ്ലിം പേര് വരും. അവസാനം 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർ കുറ്റമുക്തരാകും. 8 കൊല്ലം മുമ്പത്തെ രാവും പകലും ഇത് വെച്ച് കത്തിച്ച് മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി ഓരോ മുസ്ലിമിനെയും കാണുമ്പോൾ പേടിപ്പെടുത്തി, മുസ്ലിമിൻ്റെ താടി കാണുമ്പോൾ ഞെട്ടിത്തറിച്ച് വീട് വിറ്റ് വേറെ സ്ഥലത്തേക്ക് താമസം മാറി ഇവിടുത്തെ സംഘപരിവാര ചേരി ഉൾപ്പെടെയുള്ള ലോകത്തെ ഇതേപോലത്തെ ടീമുകളുടെ ഒപ്പം ചേർന്ന് കത്തിക്കാൻ ഉപയോഗിച്ച വിറകായിരിക്കും ഈ സുഹൃത്തിൻ്റെ ഫോട്ടോ. കയ്യാമം വെക്കപ്പെട്ട് കുറ്റവിചാരണയുടെ കൂട്ടിൽ നിന്ന് നിറക്കണ്ണുകളോടുകൂടെ നിരപരാധിത്വം വിളിച്ചു പറയുമ്പോൾ കേൾക്കാൻ ആളില്ലാതെ, മീഡിയകളില്ലാതെ, പൊളിറ്റിക്കൽ പാർട്ടികളില്ലാതെ, ആരാരുമില്ലാതെ, നിരപരാധിത്വത്തിൻ്റെ ആ കാര്യങ്ങളൊന്നും തെളിയിക്കാൻ കഴിയാതെ, അങ്ങനെ അവസാനം ഗവൺമെൻറ്റിന് ഇതിലെ വലിയ ഇൻട്രസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ വാദങ്ങളും തെളിവുകളൊന്നും അന്വേഷിച്ചിട്ട് തെളിയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവസാനം 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവൻ നിരപരാധിയാണെന്ന് പറയും. അപ്പോഴേക്ക് എത്രയോ മനുഷ്യന്മാർ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വോട്ട് ചെയ്തും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രസംഗിച്ചും എഴുതിയും കമൻ്റിട്ടും ഇവിടെ വിഷം വല്ലാതെ വിതച്ചിട്ടുണ്ടാകും. അബ്ദുൽ നാസർ മാദിനി നല്ലൊരു തെളിവാണ്. ഗുസ്തി താരങ്ങൾ വലിയ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയുടെ ഡീറ്റെയിൽസ് വന്നു. 51-ലധികം ക്രിമിനൽ കേസുകളുണ്ട്, ഒക്കെ ഉണ്ട്. രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, ഇഷ്ടമുള്ളവർക്ക് കൂടെ ഒക്കെ പോകാം. നാസർ മാദിനിക്കോ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണമെങ്കിൽ 60 ലക്ഷം റുപ്യ പോലീസുകാർ കഴിക്കണിൻ്റെയും കുടിക്കണിൻ്റെയും ഇരിക്കണിൻ്റെയും നടക്കണിൻ്റെയും ധരിക്കണിൻ്റെയും ഒക്കെ പൈസ കൊടുക്കണം അല്ലേ? ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരപ്പനങ്ങാടിയിലെ സക്കരിയ എന്നുള്ള സുഹൃത്തിനെ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. വളരെ ചെറിയ പ്രായത്തിൽ 16-17 വയസ്സിൽ പോലീസ് കൊണ്ടുപോയതാണ്. എന്താ ഈ വിവാദത്തിൽ ഉൾപ്പെട്ട, ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട വ്യക്തി അയാളുടെ നിന്ന് സിം വാങ്ങി എന്നുള്ളതാണ് പ്രശ്നം. സിമ്മിൻ്റെ കച്ചവടമാണ്. വരുന്ന ആള് എന്താവശ്യത്തിനാണ് സിം വാങ്ങണമെന്ന് നോക്കുമോ? ഈ കാലഘട്ടത്തിനിടയിൽ 3 വട്ടം മാത്രമാണ് സക്കരിയ വന്നത്. ഒന്ന് ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന്, 2 അതേ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അവൻ്റെ ശേഷക്രിയകൾക്ക് 1 ദിവസത്തെ അവധി. സക്കരിയ എന്നുള്ള ചെറുപ്പക്കാരനെ വെച്ച് എത്ര വലിയ വിഷം ഉൽപ്പാദിപ്പിച്ചു. അദ്ദേഹം പരോള് കഴിഞ്ഞ് പോകുന്നൊരു രംഗണ്ട്, ഒന്ന് കാണുന്നത് നല്ലതാണ്. സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും
ശരീരം തളർന്നു കഴിയുന്ന ഉമ്മയെ കാണാൻ ഇന്നലെ സക്കരിയ വീണ്ടും എത്തി. രാവിലെ 8 മണിയോടെയാണ് സക്കരിയ പരപ്പനങ്ങാടി പുത്തൻപീടികയിലെ വീട്ടിലെത്തിയത്. 7 അംഗ കർണാടക പോലീസും പരപ്പനങ്ങാടി പോലീസും സക്കരിയയ്ക്കൊപ്പമുണ്ടായിരുന്നു. കണ്ടല്ലോ സുഹൃത്തുക്കളെ, ഇപ്പം ഇദ്ദേഹം പിടിക്കപ്പെട്ട ദിവസം വൻ ന്യൂസാണ്. അങ്ങനെ മുസ്ലിങ്ങൾ ഭയങ്കര പ്രശ്നക്കാരാണെന്നുള്ള ഒരു പ്രഷർ പോയിന്റിൽ നിർത്തുക. ഇനി 6ാമത്തത് എന്താ അറിയോ? അപക്വമതികളായ മുസ്ലിങ്ങളുടെ ഇടപെടൽ. ഈ സംഗതി ഒക്കെ നടത്തുന്നത് എന്തിനാന്ന് കേട്ടോളി. ഈ സംഗതി ഒക്കെ നടത്തുന്നത് നമ്മളെ രക്തം തിളപ്പിക്കാനാണ്. എന്നിട്ട് റിയൽ സ്റ്റോറിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ കിട്ടണം. മറ്റേത് മുഴുവൻ എന്താ? ഓൻ്റെ ഗ്രാമത്തിൽ പോയി ചോദിച്ചാൽ അവൻ മറ്റേതാണ്, വാട്ടറാണ്. ഓന് പുല്ലും വെള്ളമൊക്കെ ഉണ്ട്, കഞ്ചാവും വെള്ളമൊക്കെ എല്ലാ പരിപാടിയും ഉണ്ട്. അല്ലെങ്കിൽ ഓന് അങ്ങനെയാണ്, ഓന് മാനസിക രോഗിയാണ്. ഇങ്ങനത്തെ ആളുകൾ ഓന് കൊട്ടേഷൻ എടുത്തതാണ്. നമ്മൾ ഇറങ്ങണം. ആര്? യഥാർത്ഥ മുസ്ലിങ്ങൾ. 5 വക്ത് നിസ്കരിക്കുന്ന, ഹയ്യാല സ്വലാന്ന് കേൾക്കുമ്പോൾ പള്ളി മുനാരത്തിൻ്റെ വിളി കേട്ട് ഇടവഴികളിലൂടെ ടോർച്ച് വെളിച്ചത്തിൻ്റെ, മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം 7 വയസ്സായ കുഞ്ഞിൻ്റെ കൈയും പിടിച്ചു പോകുന്ന നിങ്ങൾ സക്കരിയക്ക് വന്ന ആ കഥ കേട്ടിട്ട് നിങ്ങൾ റോട്ടിലിറങ്ങണം. പ്രതിരോധത്തിൻ്റെ രീതി ഇതൊന്നുമല്ലെന്ന് പറയണം. നിങ്ങൾ കത്തി അരയിൽ ഒളിപ്പിക്കണം, എന്നിട്ട് നെഞ്ചത്ത് കയറ്റണം, എന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ കിട്ടണം. അൽഹംദുലില്ലാ, കേരള സ്റ്റോറി വന്നപ്പോൾ, നാർക്കോട്ടിക് ജിഹാദ് ആക്ഷേപം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള ക്ഷമയാണ്, പാഠമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കാണിച്ചത്. ഒരു സർക്കാർ ബസ്സിൻ്റെ ചില്ല് പോലും പൊട്ടിയില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കയ്യിന് പോലും പിടിച്ചില്ല. ഒരാളെയും കഴുത്തിന് പിടിച്ചില്ല. പിന്നെ സമാധാനപരമായ രീതി സ്വീകരിച്ചു. അപ്പം എന്ത് ചെയ്തു? ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർമാർ വളരെ ശക്തമായ പ്രഖ്യാപനം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തി. ഒരു നിലക്കും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നിലപാടിൽ ഉറച്ച് ആദ്യ മണിക്കൂറുകളിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, പേരെടുത്തു പറയേണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം ഇതങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്നതല്ലെന്ന് കൃത്യമായി പറഞ്ഞു. മുഖ്യമന്ത്രി ഉറച്ച നിലപാടറിയിച്ചു. എല്ലാവരും ഒന്നിച്ചു നിന്നു. മുസ്ലിങ്ങളെ വിഷയങ്ങൾ മുസ്ലിങ്ങൾ എന്നെ കൈകാര്യം ചെയ്താൽ മതി, വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട എന്ന ഫേക്കായ അജണ്ട പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഉത്തരാണ്. നമ്മളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്ത് ചെയ്യുന്നറിയോ? രാവിലെ ഒരുത്തനെ വെട്ടിയ വൈകുന്നേരം അവിടെ പോയിട്ട് വെട്ടു. അങ്ങനെ സ്കോർ ബോർഡ് ഇങ്ങനെ ഫില്ല് ചെയ്യും. അപ്പം അങ്ങനെ ഹരം, രാവിലെ കൊടുത്തിന് കിട്ടീന്, വൈകുന്നേരം കൊടുത്തിട്ടുണ്ട്, വിടാൻ പാടില്ല. എന്താ സംഭവിച്ചേ? രാവിലെ വെട്ടിയതിന് വൈകുന്നേരം തിരിച്ചു വെട്ടി. ഹിന്ദി ബെൽറ്റിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യേണ്ട ഹിന്ദി ബെൽറ്റിൽ ഒരു നാടുണ്ട്, മലപ്പുറം. അവിടെ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്ന് കഴിഞ്ഞ 50 വർഷമായി ക്യാമ്പയിൻ ചെയ്യുന്ന മലപ്പുറം, മലബാർ. അവിടെ വൈകുന്നേരം ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ വെട്ടി. രാവിലത്തെ വെട്ട് ഹിന്ദി ബെൽറ്റിൽ ആരും അറിഞ്ഞില്ല. എന്നാൽ വൈകുന്നേരത്തെ വെട്ടറിഞ്ഞു. വൈകുന്നേരത്തെ വെട്ടറിഞ്ഞു എന്ന് മാത്രമല്ല, എന്താ അവിടെ ആചാരങ്ങൾ നടക്കുമ്പോൾ, ആചാരങ്ങളുടെ കീർത്തനങ്ങൾ നടക്കുമ്പോൾ, കീർത്തനങ്ങൾ, ആചാരങ്ങൾ, അതിനൊന്നുകൂടി BGMകൾ കൊടുത്ത് അമ്മയുടെ ആർത്ത് കരച്ചിലുകൾ, മകളുടെ നിലവിളികൾ, അബോധാവസ്ഥയിൽ തളർന്നു കിടക്കുന്ന ഭാര്യയുടെ ക്ലോസപ്പ് വീഡിയോസ്, അല്ലേ, വൈകാരികമായ വിവരണങ്ങൾ, കോടി 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 ഹിന്ദി ബെൽറ്റിലെ ഹിന്ദുക്കളുടെ വാട്സാപ്പിലേക്ക് എത്തി. അപ്പോൾ സെക്യുലറായി ചിന്തിക്കുന്ന, കോൺഗ്രസിന് വോട്ട് ചെയ്ത, മതേതര കക്ഷികൾക്ക് വോട്ട് ചെയ്ത ആളുകൾ പറഞ്ഞു, ഇനി നോക്കിക്കാൻ പറ്റൂല. ഒരു കാരണവുമില്ലാതെ വൈകുന്നേരം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോയ ആളെ വെട്ടി താഴെയിട്ടിരിക്കുന്നു, ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല. വോട്ടിംഗ് മെഷീന് മുമ്പ് ചെല്ലുമ്പോൾ സംരക്ഷകരായി കടന്നു വന്നവർക്ക് വോട്ട് ചെയ്യും. ഇതാ ഉദ്ദേശം. ഈ അപക്വമതികളുടെ പ്രവർത്തനം വഴി മുസ്ലിങ്ങൾ ലോകത്തെമ്പാടും, അൽ ഖായിദയാകട്ടെ, അശ്ശബാബ് ആകട്ടെ, പിന്നെ ISIS ആകട്ടെ, അപക്വതയുടെയും ഇസ്ലാം വിരുദ്ധതയുടെയും ഇസ്ലാമിക സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൻ്റെയും നമ്പർ 1 ആണ്. ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് സായുധ പോരാട്ടങ്ങളിലൂടെ മുസ്ലിങ്ങൾ എന്നല്ല, വേറെ ഏതെങ്കിലും വിഭാഗം പിടിച്ചെടുത്ത് നിലനിന്ന ഏതെങ്കിലും ഒരു രാഷ്ട്ര സംവിധാനം ഉണ്ടോ? പിടിച്ചെടുത്തിട്ടുണ്ടാവും. എത്ര ദിവസം നിന്നു? മുല്ലപ്പൂ വിപ്ലവം എത്ര ദിവസം നിന്നു? ഇപ്പോൾ സുഹൃത്തുക്കളെ, സമാധാന സമരങ്ങൾ മാത്രമേ
അധികാരി വർഗങ്ങളെ തിരുത്താനുള്ള വഴിയുള്ളൂ. ഇന്ത്യയിൽ അതിൻ്റെ തെളിവുണ്ട്. NRC CAA പ്രഖ്യാപിച്ചു. ഇതാ വരാൻ പോകുന്നു. റേഷൻ കാർഡും ഗ്യാസ് കണക്ഷനും വോട്ടവകാശം ഒന്നുമില്ലാതെ ഡിറ്റൻഷൻ സെന്ററുകളിൽ മുസ്ലിങ്ങൾ അകപ്പെടുമെന്ന് ഉത്തരേന്ത്യയിൽ ഘോരഘോരം ഘോഷിച്ചവർക്ക് പൂണൂല് കെട്ടിയ മനുഷ്യർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല, സമ്മതിക്കില്ല എന്ന്. മന്ത്രിമാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു. ഒരു കൊറോണ വന്നപ്പോൾ മെല്ലെ ബില്ല് അവിടെ ഒതുക്കി വെച്ചു. എടുത്തിട്ടില്ലല്ലോ. എടുക്കും എന്ന് പറയാൻ എന്തിനാ അറിയോ? നമ്മളെ അജണ്ട ഡിസ്റ്റ് ചെയ്യാനാ. നമ്മളെ കുട്ടികളെ എങ്ങനെ PSCയിൽ കയറ്റണം എന്നുള്ള ചർച്ച മതസംഘടനകളുടെ മേലത്തെ ബോഡിയിൽ വരരുത്. ഇതിങ്ങനെ ചർച്ച ചെയ്യണം, വിവാദം ഇങ്ങനെ ചർച്ച ചെയ്യണം. നമുക്കെങ്ങനെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ള ചർച്ചയ്ക്ക് സമയം കിട്ടരുത്. IAS-കാരനും IPS-കാരനും നല്ല സംരംഭകനും എങ്ങനെ ഉണ്ടാകണം, വിധവയെ എങ്ങനെ സംരക്ഷിക്കണം, അനാഥയെ എങ്ങനെ സംരക്ഷിക്കണം, ഇവിടുത്തെ ഹാർമണി എങ്ങനെ നിലനിർത്തണം, ഈ ചർച്ചയ്ക്ക് അവസരം കിട്ടരുത്. ഫ്രസ്ട്രേഷനായി സംഘർഷത്തിലാക്കി നമ്മളെ മാറ്റാനുള്ള ചർച്ചകൾ ധാരാളം സുഹൃത്തുക്കളെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, 6ാമത്തെ കാര്യം അതാണ്. ഇനി 7ാമത്തത് എന്താ അറിയോ? മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ കള്ളുടിച്ച മുസ്ലിം അവൻ്റെ മതത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും. ബോംബുണ്ടാക്കിയ മുസ്ലിം നാമധാരി കാനേഷുമാരി മുസ്ലിം മതത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും. പക്ഷേ മുസ്ലിം ഒരു നല്ല കാര്യം ചെയ്താൽ അത് മതത്തിലേക്ക് കണക്ട് ചെയ്യൂല. മുനവർ അലി ശിഹാബ് തങ്ങൾ അമുസ്ലിമായൊരു സുഹൃത്തിനെ ഒന്നിലധികം തവണ ലക്ഷങ്ങൾ മുടക്കി അദ്ദേഹം അവിടുത്തെ ജയിലിൽ നിന്ന് ബ്ലഡ് മണിയുടെ തുക കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ മുനവർ അലി ശിഹാബ് തങ്ങളെ ഫോക്കസ് ചെയ്യും. അത് മുനവർ അലി ശിഹാബ് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശമാണ് അതിൻ്റെ പ്രേരകം, ഖുർആനാണ് അതിൻ്റെ പ്രേരകം എന്നൊരിക്കലും ഒരു മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യൂല. അത് ബോധപൂർവ്വം ഹൈഡ് ചെയ്യും. ചുറ്റുമുള്ളവർ അണ്ടർവയറില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, കഴുത്തിനുമേലെ വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എറണാകുളത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ടെക്സ്റ്റൈൽസ് ഉടമ അദ്ദേഹത്തിൻ്റെ കൊച്ചു ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ വലിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ വൈറലായി. അദ്ദേഹം അതിന് പ്രേരിപ്പിച്ചത് ആരും കാണാനല്ല, എൻ്റെ പടച്ചോന് വേണ്ടിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ മതത്തിൻ്റെ പേരിൽ ആരും പ്രസന്റ് ചെയ്യൂല. അമുസ്ലിമായ സഹോദരിയെ രക്ഷപ്പെടുത്താൻ 2 കോടി കൊടുത്ത യൂസുഫ് അലി സാഹിബ് അദ്ദേഹത്തെ മതത്തിൻ്റെ പേരിൽ പരിചയപ്പെടുത്തൂല. കൈയില്ലാത്ത മനുഷ്യൻ ചിത്രം വരച്ച് കാണാൻ വന്നപ്പോൾ ഇനി എന്താവശ്യം എന്ന് വെച്ചപ്പോൾ വീട് വേണം. എത്ര റുപ്യാവും? 12 ലക്ഷം റുപ്യാവും. ഞാനത് തരാൻ പറഞ്ഞപ്പോൾ അയാൾ നേരെ കാലിൻ്റെ ചോട്ടിലേക്ക് കുനിഞ്ഞു ചെന്നപ്പോൾ യോഗ്യതയും അയോഗ്യതയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഒരു വലിയ യോഗ്യത യൂസുഫ് അലി സാഹിബ് അവിടെ കാണിച്ചു. എന്താ കാണിച്ചത്? എൻ്റെ മുമ്പിൽ കുമ്പിടാൻ ഒരൊറ്റ ആളെ പറ്റുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ 12 ലക്ഷം കൊടുക്കാൻ പ്രേരിപ്പിച്ച എന്താ? ഇസ്ലാമാണ്. അതവിടെ പറയില്ല, അത് മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യൂല, അല്ലേ? അപ്പോൾ 8ാമത്തെ കാര്യം അതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ആന ചെരിഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിലെ ചെരിഞ്ഞ്, പക്ഷെ മലപ്പുറത്താക്കി. എൻ്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. ആനയെ കൊന്നു, ഗർഭിണിയായ ആനയെ കൊന്നു. അറബ് സുഹൃത്തുക്കൾ വരെ, മുസ്ലിങ്ങളായ അറബ് സുഹൃത്തുക്കൾ വരെ ഹാഷ്ടാഗ് ഇട്ടു, ഹാമിൽ അംർ ഹസീൻ, ഗർഭിണിയായ ആനയുടെ കാര്യം മഹാസങ്കടം. ഞെട്ടിപ്പോയി. അത്ര വലിയ ക്യാമ്പയിനാ. എന്താ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടുകാരായ സാധാരണക്കാർ വളരെ അധ്വാനിച്ചിട്ടാണ്. അവിടെ പടക്കം വെച്ചതാണ്. എന്തിന്? പന്നി വന്ന് ഇത് കുത്തണത് ഒഴിവാക്കാൻ. ആന വന്നത് വിഴുങ്ങി പ്രശ്നമായി. അവരൊരിക്കലും ആനനെ കൊല്ലാൻ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് അവസാനം ഇത് മരണവെപ്രാളത്തിൽ കിടക്കുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പരിശീലനം ഇല്ലാത്തവർ, അരിക്കൊമ്പനെ ഒതുക്കാൻ എല്ലാ പരിശീലനം കിട്ടിയല്ലോ പോയത്, അല്ലേ? ഒരു പരിശീലനം കിട്ടാത്തവർ ജീവൻ പിടയുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പോസിറ്റീവ് ലോകത്തേക്ക് എത്തിക്കേണ്ടതിന് പകരം ഒരു നാടിനെ അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള മതവിശ്വാസികളെ പ്രതിക്കൂട്ടിൽ നിർത്തി. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, നിരന്തരം തുടർച്ചയായി ഇങ്ങനെ എന്താ പറയുക, പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി ഒന്ന് ക്രൂരമായി ദ്രോഹിക്കുമ്പോഴും എത്ര പേര് തീവ്രവാദികളാകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. വികാരം കയ്യിലെടുത്ത്, ആയുധം കയ്യിലെടുത്ത് എത്ര പേര് വരുന്നുണ്ട്? ഓരോ രാവിലെയും വൈകുന്നേരവും നിരന്തരം സംഭവിക്കുന്ന ഇതാണ്. പാകിസ്ഥാനിൽ ഖബറിൽ കിടക്കണ പെൺകുട്ടികളെ എടുത്തു വരെ ബലാത്സംഗം ചെയ്യണ അവസ്ഥ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടി ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ് വാർത്ത. ചില വലിയ മീഡിയകളൊക്കെ അത് പുറത്ത് കിട്ടും, മനോരമ അടക്കമുള്ള മീഡിയകളൊക്കെ. പിന്നെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താ? ഇതൊന്നല്ല വിഷയം, പാകിസ്ഥാനിലും അല്ല വിഷയം, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി. ഇനി 8ാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ചെറിയ കാര്യങ്ങളെ എത്രയോ ഇരട്ടിയായി പർവ്വതീകരിച്ച് അവതരിപ്പിക്കുക. ഇപ്പോഴത്തെ വിഷയം എന്താ? ഐസിസിലേക്ക് ഇവിടുന്ന് കുറേ ആളുകൾ പോയി.
എത്ര ആളുകൾ പോയി? ശതമാനക്കണക്ക് പറയേണ്ട ഒരാൾ. അയാളുടെ പ്രത്യേകത, ഇന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നാളെ പറയില്ല, നാളെ പറഞ്ഞ കാര്യം ചിലപ്പോൾ മറ്റന്നാൾ പറയില്ല, ഇന്ന് തന്നെ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ അവസാനം പറയില്ല, അവസാനം പറഞ്ഞാൽ ചിലപ്പോൾ നടുക്ക മൂപ്പരൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഈ ചാനലിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, മറ്റേ ചാനലിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏകദേശം ആളെ പിടി കിട്ടിയാലോ എന്ന് കണ്ടോളി. അതിന്റെ പെർസെന്റേജ് എത്രയാ? എനിക്ക് നമ്മുടെ മോദി ഗവൺമെന്റ് വളരെ വിശ്വാസമാണ്. മോദി ഗവൺമെന്റ് പറയുന്നത് 155 ആൾക്കാർ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ്. അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് ഇരിക്കട്ടെ, അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് എടുത്താൽ പോലും കേരളത്തിൽ 94 ലക്ഷം മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ച് മുസ്ലിങ്ങളും 3.5 കോടി ജനങ്ങളുമുണ്ട്. അങ്ങനെ പോയവരുടെ ശതമാനം 0.00000042% ആൾക്കാരാണ് അങ്ങനെ പോയിരിക്കുന്നത്. അത്രേ പോയിട്ടുള്ളൂ. ഞാൻ പോയതന്നെ എന്താ കഥ? ആ പോയതന്നെ എന്താണ് കഥ? പോയതൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ടാണ് പോയത്. വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ മതേതര സമൂഹത്തിന് വേണ്ടി. ഇവിടുന്ന് ഇപ്പോൾ അവസാനം 32,000 പോയി 3 നായല്ലോ. ആ 3 എടുത്തോളൂ. ആ മൂന്നാളുകളെ ഇവിടുന്ന് ക്യാമ്പയിൻ ചെയ്ത് അങ്ങോട്ട് എത്തിച്ചതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് റോൾ ഉണ്ടെന്ന് ഡോക്യുമെന്റ്സ് വെച്ച് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കഴിയില്ലോ നിങ്ങൾക്ക്? ഇതെന്താ സംഭവം എന്നറിയോ? ലോകത്ത് നടക്കുന്ന ഒരുപാട് ക്രൂരതകൾ എന്താ? അബൂ ഖുറൈബ് തടവറയിൽ നഗ്നനായി നിർത്തിയ മനുഷ്യന്റെ നേരെ എന്ത് ചെയ്യുന്നു? പട്ടിയെ വിടുന്നു. ക്രൂരമായ പല പീഡനങ്ങളും നടത്തുന്നു. ഇതിങ്ങനെ കൊടുത്തിട്ട് ISIS എന്ത് ചെയ്യും? അതിൻ്റെ താഴെ ജിഹാദ് ചെയ്യേണ്ട മണ്ണുകളിൽ, ജിഹാദിൻ്റെ അവസ്ഥ എത്തിയ മണ്ണുകളിൽ ജിഹാദ് ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകും. അതേപോലെ ജിഹാദിൻ്റെ പ്രേരണകളുണ്ടാവും, അതിൻ്റെ തെളിവൊക്കെ കൊടുക്കും. അപ്പോൾ ഈ പോയതിൽ 99% ആളുകൾ ആരാ? അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാ. അവർക്ക് ഇതിൻ്റെ തത്വം ഒന്നും അറിയില്ല. അവർ ഇസ്ലാമിനെ പഠിച്ചത് ഓൺലൈനിൽ നിന്നാണ്, ഇത് കിട്ടിയത് ഓൺലൈനിൽ നിന്നാണ്. ഒരാവേശത്തിൽ ഒരാൾ പോയി. കാസർഗോഡ് ചില ആളുകൾ പോയത് എങ്ങനെ? പെരുന്നാളിന് വരാന്ന് പറഞ്ഞിട്ടാ. ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഉമ്മക്ക് ദുഃഖം കൊടുത്തിട്ട് പറ്റുമോ? റസൂലുള്ള എന്താ പറഞ്ഞേ? റസൂലുള്ള അറിഞ്ഞു ഒരാൾ ജിഹാദിന് പോകുന്നുണ്ട്, ജിഹാദിന് പോകുന്നുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയെ നീ എങ്ങനെ കരയിപ്പിച്ചോ അതേപോലെ പോയിട്ട് ചിരിപ്പിക്ക്, അതാ നിന്റെ ജിഹാദ്. അവരെ കാലിൻ്റെ ചോട്ടിലാണ് നിന്റെ ജിഹാദ്, അല്ലേ? നോക്കൂ സുഹൃത്തുക്കളെ, ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ട്. പ്രവാചകൻ ഭയങ്കര യുദ്ധക്കൊതിയനാണ്. അങ്ങനെയല്ലേ പ്രസന്റ് ചെയ്തത്? മൊത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 കൊല്ലത്തിൽ 40 കൊല്ലം മുതൽ 40 കൊല്ലം ആർക്കും ഒരു ചർച്ചയില്ലല്ലോ, 23 കൊല്ലാണ്. ആ 23 കൊല്ലത്തിൽ 13 വർഷം എന്താണ്? പ്രവാചകൻ മക്കത്താണ്. ഒരു മുട്ടുസൂചി കൊണ്ടുപോലും പ്രതിരോധിച്ചിട്ടില്ല. സ്വന്തം അനുയായികളിൽപ്പെട്ട ചിലരുടെ തലയും ഒടലും രണ്ടായപ്പോഴും സ്വബറാക്കിയിട്ട് നിന്നു. സ്വബറൻ അല യാസർ, യാസർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യാനല്ലാതെ ഈ പ്രവാചകന് മറ്റൊന്നും കഴിയില്ല. ശരീരത്തിൽ മുറിവേറ്റ് ചോരവാർന്ന ശരീരവുമായി വന്ന നബിയെ, ഇതിന് അറുതിയില്ല നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ധൃതിയാണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നൊരു ദിവസം വരും, ഇന്ന നാട് മുതൽ ഇന്ന നാട് വരെ. പിന്നെ എൻ്റെ ജനത സഞ്ചരിക്കുമ്പോൾ, എൻ്റെ രാഷ്ട്രത്തിലെ ജനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ചെന്നായനല്ലാതെ വേറൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. അങ്ങനത്തെ രാഷ്ട്ര സംവിധാനം അവസാനം ഉണ്ടായി. ലോകത്തിന് എവിടെയെങ്കിലും ഉണ്ട് അങ്ങനത്തെ രാഷ്ട്ര സംവിധാനം? CC ക്യാമറകളുടെ AI ക്യാമറകളുടെ പ്രൊട്ടക്ഷനുള്ള കാലത്തുണ്ടോ? ഇല്ല. എങ്കിൽ ആ പ്രവാചകന്റെ 13 വർഷം അങ്ങനെയാണ്. പിന്നെ മക്കത്ത് 10 വർഷം, ടോട്ടൽ 23 വർഷത്തിൽ ആദ്യത്തെ 2 വർഷം കരാർ കാലയളവാണ്, യുദ്ധമൊന്നുമില്ല. പിന്നെയുള്ള 8 വർഷം അവിടെ 28 സൈനിക നടപടി ഉണ്ടായി. 28 യുദ്ധമല്ല, 28 യുദ്ധമല്ല, പിന്നെയോ 28 സൈനിക നടപടികൾ. എന്താ 28 സൈനിക നടപടി എന്ന് പറയാൻ കാരണം? ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ മഴൂന കിണറിൻ്റെ അടുത്ത് 70 ആളുകളെ കൊന്നിട്ടു. അവിടേക്ക് പ്രതിരോധിക്കാൻ പോയി, പെട്രോളിങ്ങിന് പോയി, അല്ലെങ്കിൽ പിന്നെ പോകുമ്പോഴൊക്കെ ആയുധം എടുത്ത് പോയതിനൊക്കെ യുദ്ധം വിളിച്ചു ചരിത്രകാരന്മാർ. യഥാർത്ഥത്തിൽ എത്ര യുദ്ധം നടന്നത്? 9 എണ്ണം. എത്ര എണ്ണത്തിലെ ഏറ്റുമുട്ടലുണ്ടായത്? 8 എണ്ണത്തിൽ. അപ്പം 23 വർഷം കൊണ്ട് 8 യുദ്ധം, 63 കൊല്ലം കൊണ്ട് 8 യുദ്ധം. അതിൽ തന്നെ എത്ര ആളാണ് മരിച്ചത്? 775 ആള്. വേറൊരു വിശദീകരണ പ്രകാരമാണെങ്കിൽ 1075 ആള്. 1-ാം ലോക മഹായുദ്ധത്തിൽ ലക്ഷങ്ങൾ, 2-ാം ലോക മഹായുദ്ധത്തിൽ ലക്ഷങ്ങൾ. ഇപ്പൊ സിറിയയിൽ എത്ര എണ്ണം? അമേരിക്ക എത്ര ആളെ കൊന്നു? ഇതൊന്നും യഥാർത്ഥത്തിൽ കണക്കിൽപ്പെടുന്നില്ല. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടായപ്പോൾ പ്രവാചകൻ രൂക്ഷമായി പ്രതികരിച്ചു. സർവ്വസൈന്യാധിപനെ മാറ്റി റസൂലുള്ള. പ്രവാചകൻ പറഞ്ഞു, ഈ
യുദ്ധക്കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഓരോ യുദ്ധക്കുറ്റവാളിയും ഈ പിടിച്ചുകൊണ്ടുവരുന്ന കയ്യാമം വെക്കപ്പെട്ട ഓരോരുത്തരും ഈ സ്വഹാബികൾക്കൊക്കെ അത്രയും വേദന കൊടുത്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, ആട്ടി ഓടിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇത്രയും ക്രൂരമായി പീഡിച്ച് കൈ കിട്ടുമ്പോൾ ഒന്നൊരു നോട്ടോ ഒരു തിരക്കലൊക്കെ ഉണ്ടാകും. പ്രവാചകൻ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ വെറും സൈന്യങ്ങളല്ല, നിങ്ങൾ ബന്ദികളോട് മാന്യമായി പെരുമാറണം. പ്രവാചകന്റെ ഗർജനം വന്നു. എന്താ സംഭവിച്ചറിയോ? അവരൊട്ടകപ്പുറത്തും ബന്ദികൾ നടന്നുമാണ് വന്നത്. ഒട്ടകപ്പുറത്ത് നിറക്കിയിട്ട് കയ്യാമം അഴിച്ചിട്ട് ഒട്ടകപ്പുറത്തേക്ക് കയറ്റിയിരുത്തി. എന്നിട്ട് അവരെയും കൊണ്ട് നടന്നു മുസ്ലിം സൈനികർ. പറയാമോ ആർക്കെങ്കിലും? പറയാമോ? ഇസ്ലാമിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന ആർക്കെങ്കിലും പറയാമോ ഇതുപോലത്തെ ഒരു സിംഗിൾ ഇൻസിഡന്റ്, ഒരു ചരിത്രം? നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ യാത്രകളുണ്ട്, ഇന്ത്യയിലെ രാജാക്കന്മാരുടെ യാത്രകളുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കാരുണ്യത്തിന്റെ ചരിത്രമുണ്ടോ? അമിതാവേശം പോലും പ്രവാചകൻ സമ്മതിച്ചില്ല. അക്കത്തേക്കാണ് കിടക്കുകയാണ്. അപ്പോ അബൂ സുഫിയാനെ കണ്ടു. ആര്? സർവ്വസൈന്യാധിപൻ. അബൂ സുഫിയാനെ, വെച്ചിട്ടുണ്ട് നിനക്ക്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ വെച്ചിട്ടുണ്ട്, ഇന്ന് ചോരോണ്ട് കളിക്കണ ദിവസമാണ് മോനെ. അബൂ സുഫിയാൻ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. നോക്ക് നിങ്ങൾ, അബൂ സുഫിയാനാണ് ബദർ നയിച്ചത്. അവരുടെ ഇന്റലക്ച്വൽ അതുപോലെ തന്നെ ബുദ്ധിപരവും സൈനികവുമായ നേതൃത്വം അയാൾക്കായിരുന്നു. ഇങ്ങനെ ചെയ്യണം. പ്രവാചകന്റെ ശബ്ദം ഉയർന്നു, ഇന്ന് യൗമുൽ മർഹമയാണ്, കാരുണ്യത്തിന്റെ ദിവസമാണ്. എന്നിട്ടോ ഇത് പറഞ്ഞ സർവ്വസൈന്യാധിപന്റെ അടുത്ത് നിന്ന് പതാക വാങ്ങിയിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോഴത്തിന് റോട്ടിലിറങ്ങിയിട്ട് ഒരു കുപ്പിക്ക് പകരം 1000 കുപ്പി എന്ന മുദ്രാവാക്യം വിളിക്കലല്ല മുസ്ലിമിൻ്റെ ഡ്യൂട്ടി. ആ വീഡിയോ മാത്രം ഷൂട്ട് ചെയ്യും. നിന്റെ വീട്ടിൽ കുന്തിരിക്കം കരുതി വെച്ചോ, നിന്റെ വീട്ടിൽ കുന്തിരിക്കം കരുതി വെച്ചോ എന്ന് ഇത്തിരി പോന്ന കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കലല്ല ജിഹാദ്. അതാ പ്രവാചകൻ കൺട്രോൾ ചെയ്തത്. അബൂ സുഫിയാനെ കരുതിയിരുന്നോ എന്ന വാചകത്തെയാണ് പ്രവാചകൻ കൺട്രോൾ ചെയ്തത്. ചില ആൾക്കാരാണ് തരിപ്പിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും, ഇങ്ങനെ തന്നെ വേണ്ട. എന്നിട്ട് എന്തുണ്ടായി? ഏറ്റവും വലിയ ജിഹാദ് പുറത്തെടുക്കേണ്ട സമയമാണല്ലോ ഇപ്പോൾ. ആരെയും കുത്തിപ്പറയല്ല, ചില പോയിന്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാം. എന്തുണ്ടായി? ഒന്നിച്ച് ഈ പണിയെടുക്കണം എന്ന് പറഞ്ഞ ആളുകൾ നേതാക്കന്മാരെ കൊണ്ട് ഈ ലോക്കപ്പ് ചെയ്തപ്പോൾ എവിടെ എന്താ സംഭവം? എന്തേ ചെയ്യുക? ഒരു പ്രകടനം പോലെ നടക്കണം. ജിഹാദൊക്കെ അവിടെ കട്ടെ. അസാധ്യമാണ് സുഹൃത്തുക്കളെ, ഇത് അപ്രായോഗികമാണ്. മനസ്സിലായില്ലേ? നടക്കൂല. എന്നെ വിഷയം അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളെ ഇവിടെ എൻ്റെ സംസാരം നീട്ടല്ല, അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ISISുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ കൂടെ ഞാൻ പറയാം, അത് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇങ്ങനൊരു പുസ്തകമുണ്ട്, ISന്റെ മതം. ഈ പുസ്തകത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഡിമാൻഡാണ് നമ്മൾ ഓഫീസിൽ വന്നത്. വായിക്കണം നിങ്ങൾ. എന്താ ഇതിൽ നോക്കൂ നിങ്ങൾ. IS നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ആരറിയോ? ഈ കേരള സ്റ്റോറീസ് പോലുള്ള സാധനങ്ങൾ വിശ്വസിക്കുന്നവരെ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഇതിനനുകൂലമായൊരു എവിഡൻസ് എങ്കിലും തരുമെന്ന് ചോദിച്ചല്ലോ. ഇതേപോലെ ലോകത്ത് IS ജീവിക്കുന്ന കാലത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സ്കോളർ മൗനം കൊണ്ടെങ്കിലും, എൻ്റെ ചോദ്യം ഇതാ, മൗനം കൊണ്ടെങ്കിലും ISനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ രേഖ തിരിച്ച് ഞങ്ങൾ പറയാം. ആരാ? ശക്തമായ ഭാഷയിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ, അദ്ദേഹം മക്കയിലെ മിമ്പറിൽ നിന്ന് 40 ലക്ഷം ആളുകൾ പങ്കെടുത്ത പരിശുദ്ധ ഹറമിൽ നിന്ന് മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്, മുഴുവൻ മുസ്ലിമിന്റെയും ഉത്തരവാദിത്തമാണ് ISനെതിരെ സമരമെന്ന് അദ്ദേഹം പറഞ്ഞു. വാട്ടർ ബെഡിൽ കിടക്കുന്ന മുസ്ലിമിനെ പോലും ISനെതിരെ പോരാടാൻ ഏൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, 2 കണ്ണുകളും കാണാത്ത ഷെയ്ഖ് മുഹമ്മദ് മുഹ്സിൻ അബ്ബാദ് അൽ ബദർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, മദീനയിലെ പ്രമുഖ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞു. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ, മഹാനായ ആ പണ്ഡിതൻ, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ഷെയ്ഖ് സഅദ് അശ്ശസ്രി, സൗദിയിലെ ഉന്നതമായ പണ്ഡിത സഭ അംഗമാണ്, അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി, മദീനയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അസ്റസലക്ക് ശേഷം ക്ലാസ് എടുക്കുന്ന മഹാപണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞു. 2 കണ്ണുകളും കാണാതെ ലക്ഷക്കണക്കിന് ഹദീസുകൾ അടക്കം അറിയുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് ബസ്മൂൽ, ഷെയ്ഖ് അബ്ദുസ്സലാം സുഹൈമി, അഹ്മദ് ബിൻ ഇബ്രാഹിം അൽ ഉസ്മാൻ, ഉസാമ അൽ ഉത്തൈബി, മുഹമ്മദ് ബിൻ സഈദ് അൽ റിസ്ലാൻ, മാഹിർ അൽ ഖഹ്ത്വാനി, അബ്ദുസ്സലാം ബർജീസ്, ഷെയ്ഖ് അബ്ദുൽ മാലിക് റബദാനി, അബ്ദുൽ
അബ്ദുള്ള അൽ ബുഖാരി, ഷെയ്ഖ് അൽ ഹജൂരി തുടങ്ങി നിരവധി പണ്ഡിതന്മാർ അമേരിക്കൻ്റെയും ഏജൻസികളുടെയും ഒക്കെ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ മുമ്പ്, ഒരു രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് കറുത്ത പതാകയിൽ വെളുത്തക്ഷരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ കൊടിയും പിടിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കി IS അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകളെ കടന്നു പോയി ഇറാഖിനെയും പിന്നെ സിറിയയെയും പിടിക്കും മുമ്പ് ലോകത്തോട് പറഞ്ഞു, അറേബ്യൻ യുവാക്കളോട് പറഞ്ഞു, ചതിയാണ്, ഇത് ചതിയാണ്, ഇതൊരിക്കലും വിശ്വസിക്കരുതേ, ഇത് ചതിയാണ്, ഇത് ഇസ്ലാമല്ല, ഇത് പ്രവാചകൻ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണ് എന്ന് പറഞ്ഞ ഖവാരിജുകളാണ്. നരകത്തിലെ നായ്ക്കളാണ് അവരുടെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ ലോകത്തെ മീഡിയ എവിടെ ഇത് എടുത്തു കൊടുത്തില്ല. നിങ്ങൾ കേട്ടോ, ഈ വിഷയത്തിൽ മാത്രം കേവലം മണിക്കൂറുകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ ഇറങ്ങി. എന്താ? അൽ ഖിസ്സത്തുൽ കാമില ലി ഖവാരിജി അസറിന, നമ്മുടെ കാലത്തെ ഖവാരിജുകളെ കുറിച്ച കഥ ഇതാ. ഫിത്നത്തു ദാഇശ്, ISന്റെ കുഴപ്പങ്ങൾ, അൽ ഖവാരിജ് വസിഫാത്തുഹും, ഖവാരിജുകളും അവരുടെ വിശേഷണങ്ങളും, തബ്ദീദു കവാശിഫിൽ അനീദ് ഫി തക്ഫീരി ലിദൗലത്തി തൗഹീദ്, അബ്ദുൽ അസീസ് ബിൻ റീസ് അദ്ദേഹം എഴുതിയതാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. റദ്ദു ശുബ്ഹാത്തു ദാഇശ് ഉയർത്തുന്ന സംശയങ്ങൾ അവർ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഫത്വ എടുത്തു കൊടുത്തു, ഇബ്നുൽ ഖയ്യിമിൻ്റെ എടുത്തു കൊടുത്തു, ഇബ്നു ബാസിനെ തന്നെ മിസ്കോട്ട് ചെയ്തു. അങ്ങനെ ഉദ്ധരിച്ചപ്പോൾ ഓരോന്നിനും അക്കമിട്ട മറുപടി ജൂതപാളയത്തിലെ വേഷം കെട്ടുകാരായ കള്ളന്മാർക്ക്, ഈ നരകത്തിലെ പട്ടികൾക്ക് കൊടുത്ത ശക്തമായ മറുപടി. ഫിക്റു തക്ഫീർ ഖദീമൻ വ ഹദീസൻ എന്ന ഗ്രന്ഥം ഇങ്ങനെ തുടങ്ങി. ഖവാരിജുൽ അസർ, ഈ കാലഘട്ടത്തിൻ്റെ ഖവാരിജുകൾ എന്ന ഗ്രന്ഥം. ഫതാവൽ അഇമ്മത്തു ഫീ നവാസിലിൽ മുദ്ലിഹിമ എന്ന് പറയുന്ന ഗ്രന്ഥം. ബറാഅത്തു ദഅവത്തുൽ ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മിനൽ ഖവാരിജ് ദാഇശ് പിന്നെ അതുപോലത്തെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഇതിലേക്ക് വലിച്ചയച്ചു. എന്തിനാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വലിച്ചയക്കണേ? മുമ്പും വലിച്ചയച്ചിട്ടുണ്ട്. എന്താ? ഒരു ചാരൻ, ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരനുമായിട്ട് അദ്ദേഹം കുറച്ച് സംഗതികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു ഒരു പ്രൊപ്പഗണ്ട കൊണ്ടുവന്നു. പല ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു, മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിലെ ഓരോ വൈരുദ്ധ്യങ്ങളും അടുക്കി പൊറുക്കി പൊളിച്ചടുക്കി. നിങ്ങൾ കേട്ടോളൂ ക്ലൈമാക്സ്. ഇപ്പോൾ ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ എന്ന പുസ്തകം അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഖുറാഫി മുസ്ലിയാർ ഇപ്പോൾ അതിനെതിരിൽ സംസാരിക്കുന്ന തൗഹീദി പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴത്തെ പ്രൊപ്പഗണ്ട എന്താ? ISIS മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ സംഭാവനയാണ്. എന്താ കാരണം? ലോകത്ത് സലഫി സമൂഹമാണ് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതും. സൂഫികൾക്കുണ്ടോ? തബ്ലീഗുകാർക്കുണ്ടോ? ഈ ജിഹാദ് പറഞ്ഞു നടക്കുന്നവർക്ക് ദഅവത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് സലഫികളെ സംശയമുനയിൽ നിർത്തിയാൽ വലിയ സൗകര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിയാക്കന്മാരിങ്ങനെ അത്തുംപുത്തും പറയുന്ന കുറച്ച് ടീമുണ്ട്, അതവിടെ നിന്നോട്ടെ. മനസ്സിലായില്ലേ? മാച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടി പറയണേ ഡയലോഗ് തൽക്കാലം നമുക്ക് വിടാം. ഇങ്ങനെ എനിക്ക് വായിച്ചാൽ ഇനിയും ഇഷ്ടം പോലെ വായിക്കാണ്ട്. 26 ഗ്രന്ഥങ്ങൾ ഞങ്ങളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തൻ്റെ ഇടമുള്ളവർ മറുപടി പറയണം. കേരള സ്റ്റോറീസൊക്കെ വിശ്വസിച്ച് നടക്കുന്നവരും സലഫികളെ തീവ്രവാദത്തിലേക്ക് ചേർത്ത് കെട്ടുന്നവരും കൃത്യമായ മറുപടി പറയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഇനിയും നീട്ടണില്ല, അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന മഹാനന്മകളുണ്ട്. ആ നന്മകളെ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ പോലും ചോര വെറുതെ ചിന്താൻ യഥാർത്ഥത്തിൽ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും കൊന്നവരെ പോലെയാണ് എന്നാണ്. ഒരാളെ കൊന്നാൽ മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനീ ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീആ. ഭൂമിയിലുള്ള ഒരു വ്യക്തിയെ കൊന്നാൽ ഭൂമിയിലെ 700 കോടി മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച ഒരു മതം പ്രിയപ്പെട്ടവരെ, അവർ നിരപരാധികളെ ബോംബിങ്ങിന് വിധേയമാക്കി കൊല്ലുന്ന മഹാതിന്മകൾക്ക് ഒരിക്കലും നേതൃത്വം നൽകില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. മാത്രമല്ല, സ്വർഗത്തിൽ പോകാനുള്ള വിശേഷണം പറഞ്ഞത് തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കാത്തവർക്ക് മാത്രമുള്ളതാണ് സ്വർഗം. മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്,
പ്രവാചകൻ വിലക്കി, ഫനഹാ റസൂലുള്ളാഹ്, പ്രവാചകൻ വിലക്കി അൻ ഖത്ലി നിസാഇ വസ്ബിയാൻ, യുദ്ധത്തിലാണെങ്കിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുതെന്ന് പറഞ്ഞു. മാത്രമല്ല പ്രവാചകൻ തീവ്രവാദികൾക്ക് ഹലക്കൽ മുതനത്തിഊൻ, അതിവാദക്കാർക്ക് തീവ്രവാദികൾക്ക് നാശമെന്ന് 3 തവണ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു. യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും അമിതത്വം കാണിക്കരുത്. എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ വലാ തഅ്തദൂ, നിങ്ങൾ യുദ്ധമല്ലേ, എതിരാളിയല്ലേ എന്ന് വിചാരിച്ച് അതിക്രമം കാണിക്കരുത്. നിർബന്ധ മതപരിവർത്തനത്തിനെതിരിൽ സംസാരിച്ച ഒരൊറ്റ വേദഗ്രന്ഥം മാത്രമേ ഭൂമിയിലുള്ളൂ, ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധ മതപരിവർത്തനമില്ല. ഇങ്ങനെ എത്ര 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 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദഅവത്താണ് പരിഹാരം. നമ്മൾ ചെയ്യുന്ന ദഅവത്താണ് പരിഹാരം. ഒരു ഇഷ്യൂ വന്ന ആ ഇഷ്യൂവിനെ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം. ശരീഅത്ത് വിഷയത്തിൽ ഒരു വക്കീല് സംസാരിക്കാൻ വന്നു. വക്കീലിന് കൃത്യമായ രേഖ കൊടുത്തു. വക്കീലിനെ വെല്ലുവിളിച്ചു, വക്കീലെ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. പറഞ്ഞിട്ടില്ല. ISIS വന്നു. കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ലക്ഷക്കണക്കിന് ലഘുലേഖയും കൊണ്ടിറങ്ങി. സംഘപരിവാരത്തിന് മനസ്സിലായി ഇവരെ ഇങ്ങനെ തന്നെ വിട്ടാൽ പ്രശ്നമാണ്. അവർ തടഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഞെട്ടിയില്ല. ദൗത്യ നിർവഹണവുമായി ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. IS-നെതിരിൽ പുസ്തകം രചിച്ചു, ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തു, ക്യാമ്പസ് കുട്ടികൾക്ക് പ്രത്യേക പ്രോഗ്രാമുകളുമായി വന്നു, അല്ലേ? അപ്പോൾ അവസരങ്ങൾ ഉപയോഗിച്ച് ശക്തമായി മതേതര ചേരിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുമായി കരാറിൽ ഏർപ്പെടാൻ എന്നുള്ളതാണ് മദീനത്ത് ചെന്നപ്പോൾ ആദ്യം ചെയ്തത്. ജൂതൻ ആരെന്ന് പ്രവാചകൻ അറിയാം, റബ്ബിനും അറിയാം. പക്ഷേ അവിടുത്തെ വ്യവസ്ഥിതിയിൽ അവരുള്ളത് കൊണ്ട് നിങ്ങളോട് ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നുവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലേ? അതുവരെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മതേതര ചേരിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള സമയമാണ്. ജയിച്ച പാർട്ടിയോ കാര്യമല്ല ഇവിടുത്തെ വിഷയം. ജനാധിപത്യ ചേരിക്ക് ആധികാരിക വിജയം കിട്ടിയിരിക്കുന്നു. ഹിജാബ് വിഷയത്തിൽ ഹിജാബ് അണിഞ്ഞുകൊണ്ട് സമാധാനപരമായി വൈജ്ഞാനികമായി അതിനെ സമീപിച്ചതിനുള്ള സമ്മാനം കിട്ടിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കും വലിയ പാടുണ്ട്. എന്താ? പ്രൊപ്പഗണ്ടകളിൽ കുടുങ്ങി മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു ഡയലോഗ് പറയേണ്ട സമയത്ത് പറയാൻ പഠിച്ചപ്പോൾ മതേതര സമൂഹം അതിന് അംഗീകാരം കൊടുത്തു. ഇസ്ലാമോഫോബിയ കണ്ടന്റുകളിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം ഉണ്ടായില്ല. അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയണം. മനോഹരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂരിലെ എൻ്റെ സഹപ്രവർത്തകരെ, തൃശ്ശൂർ ജില്ലയുടെ എൻ്റെ സഹഭാരവാഹികളെ അങ്ങേറ്റം പ്രശംസിക്കുകയാണ്. ഇതുപോലത്തെ പരിപാടികൾ നിരന്തരം നടക്കട്ടെ, മുഖാമുഖങ്ങൾ നടക്കട്ടെ, പൊതുയോഗങ്ങൾ നടക്കട്ടെ, അയൽക്കൂട്ടങ്ങൾ നടക്കട്ടെ. അതാണ് കാലത്തിൻ്റെ ഉത്തരവാദിത്വം. വജാഹിദു ബിഹി ജിഹാദൻ കബീറ, ആ ജിഹാദാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. രാത്രി ഏറെ വൈകിയും എന്നെ സജീവമായി ശ്രദ്ധിച്ച എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ പാമ്പ് കടിയേറ്റ നമ്മുടെ ഒരു സഹപ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം നൽകുമാറാകട്ടെ. ഇതുപോലത്തെ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അപ്രതീക്ഷിതമായി കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുണ്ട്. അവരെ അള്ളാഹു അവരുടെ ഖബറിടങ്ങളിൽ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആഹ്ലാദിക്കാൻ വേണ്ടി തൂവൽ തീരത്തേക്ക് പോയ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് ഖബറിലാണ്. അവരുടെ കുടുംബങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് കണ്ണീരിലാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അവരുടെ കുഞ്ഞു വസ്ത്രങ്ങൾ, അവരുടെ ബെഡ്റൂമുകൾ, അവരുടെ തൊട്ടിലുകൾ, അവരുടെ ഭാര്യയെ ഒന്നിച്ചുള്ള ഉറക്കത്തിന് ഉപയോഗിച്ച തലയിണകൾ ഒക്കെ കാണുമ്പോൾ നൊമ്പരങ്ങളിൽ നിന്ന് നൊമ്പരങ്ങളിൽ ജീവിക്കുകയാണ്. അള്ളാഹുർക്ക് മനഃശക്തിയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലത്തെ മഹാ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കി മുന്നോട്ട് പോകാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ നിലനിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി